അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 210 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 187 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നും നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗുജറാത്ത് മന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കേരളത്തെ സംബന്ധിച്ച് നമ്മൾ രഞ്ജിതയുടെ ഈ DNA സാമ്പിളിൻ്റെ ഒത്തുചേരൽ ഉണ്ടായിട്ടുണ്ടോ, അത് ആ ഫലം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയെക്കുറിച്ചൊരു വിവരവുമില്ലായിരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ദിലിമ, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതിനുള്ള DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ദിലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളി നഴ്സ് രഞ്ജിതയുടെ DNA ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 72 മണിക്കൂറിലധികം എടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയധികം DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിനാൽ തന്നെയാണ് ക്രമീകരണങ്ങളിലും നടപടികളിലും കുറച്ച് കാലതാമസം വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതരുമൊപ്പം ഗുജറാത്ത് സർക്കാരും അറിയിച്ചിട്ടുള്ളത് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് DNA പരിശോധനയിലൂടെ 210 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 187 മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയും ആശുപത്രി നടപടികൾ വേഗത്തിലാക്കുന്നതിനും DNA പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗുജറാത്ത് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 250ഓളം DNA സാമ്പിളുകൾ ആശുപത്രി അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു ദിവസത്തോടുകൂടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മുഴുവൻ DNA പരിശോധനാ ഫലവും ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും കരുതുന്നത്. കാരണം DNA സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം 48 മുതൽ 72 വരെ മണിക്കൂറാണ് ഈ പരിശോധനാ ഫലം ലഭ്യമാക്കേണ്ടതിന് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അതിലൊരു മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് വിട്ടു നൽകുന്നതിനൊരു കാലതാമസം എടുക്കുന്നത്. കാരണം മറ്റൊരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം ഉള്ളത്. മുഖമോ അല്ലെങ്കിൽ ശരീരമോ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിക്കരിയുകയും ശരീരഭാഗങ്ങൾ വേറിട്ട രീതിയിലുമാണ് മൃതദേഹങ്ങൾ ഉള്ളത്. അതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് DNA പരിശോധനയ്ക്ക് വിധേയമാക്കി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അത് വിട്ടുകൊടുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. 210 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം 187 മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. മലയാളി നഴ്സ് അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പരിക്കേറ്റവരുടെ കാര്യത്തിൽ 20-ലധികം പേർ നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. വിമാനത്തിനുള്ളിൽ നിന്ന് 242 യാത്രക്കാരിൽ നിന്ന് അത്ഭുതകരമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ഈ ആശുപത്രി വിട്ടു, ചികിത്സ പൂർത്തിയാക്കിക്കൊണ്ട് ആശുപത്രി വിട്ടു എന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചിരുന്നു. ഏതായാലും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന DNA പരിശോധന വേഗത്തിലാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 210 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മരണനിരക്ക് സംബന്ധിച്ച് 275-ലധികം എന്നൊരു കണക്ക് ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നെങ്കിലും അതൊരു കൃത്യമായി മരണസംഖ്യയിലേക്ക് എത്തണമെങ്കിൽ ആ DNA പരിശോധനാ ഫലം പൂർത്തിയാക്കേണ്ടതുണ്ട്. 24 UK പൗരന്മാരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7 പോർച്ചുഗീസ് പൗരന്മാരുടെയും 1 കനേഡിയൻ പൗരൻ്റെയും പരിശോധനാ ഫലം DNA പരിശോധനാ ഫലം ലഭ്യമായിട്ടുണ്ട്. നീലിമ, വിവരങ്ങൾ പങ്കുവച്ചത്.